ഹായ്, എല്ലാവർക്കും ലേണേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് NMMSന്റെ 2018 ക്വസ്റ്റ്യൻ പേപ്പറിലെ ചില ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡെഡ് സെൽ? ചുവടെ നൽകിയിരിക്കുന്നതിൽ മൃതകോശം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. പാരൻകൈമ, സ്ക്ലീറൻകൈമ, കോളൻകൈമ, ക്ലോറൻകൈമ. ഇവിടെ പാരൻകൈമ ലിവിങ് ടിഷ്യൂ ആണ്. അതുപോലെ സ്ക്ലീറൻകൈമയാണ് ഇവിടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. സ്ക്ലീറൻകൈമ ഒരു ഡെഡ് സെല്ലാണ്. അപ്പോൾ സ്ക്ലീറൻകൈമ ഡെഡ് സെല്ലാണെന്നത് ഓർത്തു വെക്കണം. അതുപോലെ തന്നെ കോളൻകൈമ ലിവിങ് ആണ്, ക്ലോറൻകൈമയും ലിവിങ് ആണ്. ഓപ്ഷൻ ഏതാണ്? ഡെഡ് സെല്ലാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഓപ്ഷൻ സ്ക്ലീറൻകൈമയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ ഈസ് കെപ്റ്റ് ഇൻ കെറോസിൻ? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോഹമാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്താണ്? സോഡിയം ആണ് മണ്ണെണ്ണയിൽ നമ്മൾ സൂക്ഷിക്കുക. കാരണം സോഡിയം അത്രയും റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണ്, പെട്ടെന്ന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. അതുകൊണ്ട് സോഡിയത്തിന്റെ മണ്ണെണ്ണയിലാണ് നമ്മൾ സൂക്ഷിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A bar magnet is suspended freely at its center. The direction of this magnet at the poles of the earth is. ഒരു ബാർ മാഗ്നറ്റ് അതിന്റെ ഗുരുത്വ കേന്ദ്രത്തിൽ തൂക്കിയിട്ടിരിക്കുന്നു. ഭൂമിയുടെ ധ്രുവങ്ങളിലായിരിക്കുമ്പോൾ അതിന് ഏത് ദിശയായിരിക്കും ഉണ്ടായിരിക്കുക? അതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ, നോർത്ത് സൗത്ത് ഡയറക്ഷൻ, വെർട്ടിക്കലി അപ്വേർഡ്, കനോട്ട് ബി പ്രഡിക്റ്റഡ്. പ്രവചിക്കാൻ കഴിയില്ല. ആണോ? അല്ല. ഏതാണ് ആൻസർ? നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഏതാണ്? നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഒരു കാന്തത്തിന് രണ്ട് ധ്രുവങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? നോർത്ത് ധ്രുവമുണ്ട്, അതുപോലെ സൗത്ത് ധ്രുവമുണ്ട് അല്ലെ? നോർത്ത് പോളുണ്ട്, സൗത്ത് പോളുണ്ട്. ഒരു കാന്തത്തിനെ ഡയറക്റ്റ് ആയിട്ട് അതിനെ സസ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ഏത് ദിശയിൽ വന്ന് നിൽക്കും? നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വന്ന് നിൽക്കും. കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണത്, നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് മിറർ ഈസ്. ഒരു കോൺവെക്സ് മിറർ രൂപീകരിക്കുന്ന പ്രതിബിംബം എങ്ങനെയുള്ളതായിരിക്കും? ഓപ്ഷൻസ് നോക്കാം. ഓൾവേസ് ഇറക്റ്റ്, ഓൾവേസ് വെർച്വൽ, ഓൾവേസ് ഡിമിനിഷ്ഡ്, ഓൾ ഓഫ് ദീസ്. ആ നാലാമത്തെ ഓപ്ഷൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഓൾ ഓഫ് ദീസ് എന്നാണ്. അതായത് ഒന്നിലധികം ഓപ്ഷൻ ശരിയായി വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാ ഓപ്ഷനും കൃത്യമായിട്ട് വായിച്ചിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. ഓക്കെ, ഓൾവേസ് ഇറക്റ്റ് അത് കോൺവെക്സ് മിററിന്റെ ഒരു പ്രത്യേകതയാണ്. ഓൾവേസ് വെർച്വൽ, ഓൾവേസ് ഡിമിനിഷ്ഡ്, ഈ മൂന്നും കോൺവെക്സ് മിററിന്റെ ഇമേജിന്റെ പ്രത്യേകതയാണ്. എപ്പോഴും നിവർന്നതായിരിക്കും, മിഥ്യയായിരിക്കും, അതുപോലെ ഏറ്റവും ചെറുതായിരിക്കും കിട്ടുന്ന പ്രതിബിംബം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ ഓൾ ഓഫ് ദീസ്. കൃത്യമായിട്ട് ഓപ്ഷൻ വായിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ആൻസർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നീസ്. വൃക്കയുടെ ധർമ്മപരമായ ഘടകങ്ങളാണ്. ഓപ്ഷൻ വായിക്കാം. നെഫ്രോൺ, കോർട്ടെക്സ്, ഗ്ലോമറുലസ്, മെഡുല്ല. ഏതാണ് കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ്? പഠിച്ചു വെക്കണം. ഓപ്ഷൻ 1 നെഫ്രോൺ ആണ് കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ്. ഓപ്ഷൻ 1 നെഫ്രോൺ. പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ്, ദ ആസിഡ് പ്രസന്റ് ഇൻ കാർ ബാറ്ററീസ്. കാർ ബാറ്ററിയിലുള്ള ആസിഡ് ഏതാണ്? ഏറ്റവും വീര്യം കൂടിയ ആസിഡ് ആയിരിക്കും കാറിനകത്ത് ബാറ്ററിയിൽ ഉണ്ടായിരിക്കുക. ഏതാണ് ഏറ്റവും വീര്യം കൂടിയ ആസിഡ്? ഓപ്ഷൻ 4 സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇത് നിങ്ങൾ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ സൈഡിൽ ഒരു ബോക്സിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സൾഫ്യൂരിക് ആസിഡ് ഈസ് ആ സ്ട്രോങ്സ്റ്റ് ആസിഡ് എന്ന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നോർമൽ ടെമ്പറേച്ചർ ഓഫ് എ ഹ്യൂമൻ ബോഡി ഈസ്. മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില എത്രയാണ്? ഓപ്ഷൻസ് വായിക്കാം. 37 ഡിഗ്രി സെൽഷ്യസ്, 37 ഡിഗ്രി ഫാരൻഹീറ്റ്, 92 ഡിഗ്രി സെൽഷ്യസ്, 104 ഡിഗ്രി സെൽഷ്യസ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? 37 ഡിഗ്രി സെൽഷ്യസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, യൂണിറ്റ് കറക്റ്റ് കൊടുക്കണം. ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത് വരുന്നത്? ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ബേസിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് പേപ്പർ ക്രോമാറ്റോഗ്രഫീസ്. പേപ്പർ ക്രോമാറ്റോഗ്രാഫിയുടെ അടിസ്ഥാന തത്വം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. അഡ്സോർപ്ഷൻ, സെൻട്രിഫ്യൂഗേഷൻ, ഓസ്മോസിസ്, ഡിഫ്യൂഷൻ. 8ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പേപ്പർ ക്രോമാറ്റോഗ്രാഫിയുടെ തത്വം ഏതാണ്? അഡ്സോർപ്ഷൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം എല്ലാ വർഷവും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ ഈ അഡ്സോർപ്ഷൻ ആയാലും സെൻട്രിഫ്യൂഗേഷനും ഓസ്മോസിസും ഡിഫ്യൂഷനും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം.
അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ NMMS പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികളിലേക്കും നിങ്ങളത് ഷെയർ ചെയ്യണം. കാരണം അവരും കൃത്യമായിട്ട് പഠിക്കട്ടെ. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കാരണം ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മെൻ്റൽ എബിലിറ്റി ആയാലും സാറ്റ് എക്സാം ആയാലും അതും നിങ്ങൾക്ക് വരുന്നുണ്ട്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.